الحمد لله الحمد لله الذي حمدا طيبا مباركا فيه على كل حال نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا بسم الله الرحمن الرحيم قل هو القادر على أن يبعث عليكم عذابا من فوقكم أو تحت أرجلكم أو يلبسكم شيئا ويذيق بعضكم بعض بعض انظر كيف نصرف الآيات لعلهم يفقهون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും അവൻ അയച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമവും യഥാവിധി ജീവിതത്തിലുടനീളം പകർത്തി യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുകയും ജീവിതാവസാനമാകുന്ന നമ്മുടെ മരണത്തെ യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം നാം ഓരോരുത്തരും എപ്പോഴും കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഭൂജാതനായി വന്ന കാലം മുതൽ നുബുവത്തിന്റെ ആരംഭകാലങ്ങളിലെല്ലാം അവിടെ നിലനിന്നിരുന്ന ഏറ്റവും വലിയ അരാജകത്വം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കബീലകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം നിലനിന്നിരുന്ന പകപോക്കലുകളായിരുന്നു. അതിൻ്റെ കെടുതികളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെയായിട്ടുള്ള ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവിർഭാവ കാലഘട്ടം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആൻ അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ, അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ അവരിൽ ഊട്ടിയുറപ്പിച്ച് അവർ ഏകോദര സഹോദരങ്ങളാണ്, ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്, അവിടെ നിന്ന് പിന്നീട് കബീലകളും ശുഊബുകളും അഥവാ വിഭാഗങ്ങളുമായി അല്ലാഹു തആല വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന ഏറ്റവും വലിയ ഒരു തത്വത്തെ അവരിൽ വിശ്വാസപരമായി ഊട്ടി ഉറപ്പിച്ചിട്ടാണ് അതിന് മാറ്റമുണ്ടാകുന്നത്. ഒപ്പം പ്രവാചക തിരുമേനിയുടെ പെരുമാറ്റങ്ങളും സ്നേഹവായ്പുകളും പ്രവാചക തിരുമേനി അവരിലൂടെ
നടന്നു നീങ്ങിയ കടന്നുപോയ ഓരോ സന്ദർഭങ്ങളും അത് നാൾക്കുനാൾ ആ സ്വഹാബത്തിന് ബോധ്യപ്പെടുമാറ് ഏറ്റവ്യത്യാസങ്ങളില്ലാതെ അവരെ പരസ്പര സഹോദരങ്ങളായി കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോയി. നുബുവത്തിന്റെ ഏകദേശം 13 വർഷം കഴിയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള ഹിജറ, അവിടെയും ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന പ്രബലമായ 2 ഗോത്രങ്ങൾ നിതാന്ത ശത്രുക്കളായി, നൂറ്റാണ്ടുകളായി നിൽക്കുന്ന പകയുടെയും വിദ്വേഷത്തിന്റെയും ഏറ്റുമുട്ടലുകളുടെയും വീണ്ടും കാണാമെന്ന് പറയുന്ന വെല്ലുവിളികളുടെയും ഒക്കെ നടുവിലേക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളാകുന്ന ആ പാവങ്ങളെയും കൊണ്ട് ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ ഔസിന്റെയും ഖസ്റജിന്റെയും അൻസ്വാറുകളാകുന്ന എണ്ണപ്പെട്ട സഹാബാക്കളുടെ അരികിലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്നത്. അവരെ പരസ്പരം സഹോദരങ്ങളാക്കി. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈനന, ഞങ്ങളുടെ ഇടയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്വാനിയത്ത്, ഞങ്ങളെ പരസ്പര സഹോദരങ്ങളാക്കി. ആ സാഹോദര്യമാണ് ഇസ്ലാമിന്റെ എന്നത്തെയും മുഖമുദ്ര എന്ന്, ഇസ്ലാമിന്റെ എന്നത്തെയും ഏറ്റവും വലിയ ഔന്നത്യമെന്ന്, അതാണ് ഇസ്ലാം എന്നും ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് എക്കാലത്തെയും വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയ ഒരു പാഠവും ഏറ്റവും വലിയ ഒരു സന്ദേശവും ലോകത്തിന് പകർന്നു നൽകിയിട്ട് ഏകദേശം 1 ലക്ഷം ആളുകൾ എന്ന് പറയുന്ന അറഫ മൈതാനിയിൽ ഇന്നലെ നമ്മളൊരു പക്ഷേ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ നെമിറയിൽ വെച്ച് നടന്ന ആ അറഫ മൈതാനിയുടെ പരിഭാഷകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ടാകും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെയ്ത ഏക ഹജ്ജാകുന്ന ആ അറഫ മൈതാനിയുടെ നെമിറയിൽ ആ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ നിന്ന് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ വിളംബരം എന്ന് നമ്മൾ 1000 വട്ടം ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഹജ്ജത്തുൽ വദാ എന്നോ ഹജ്ജത്തുൽ അക്ബർ എന്നോ എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ ചരിത്ര പ്രസിദ്ധമായ ഖുതുബയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അടിവരയിട്ട് പറഞ്ഞു, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് വ കുല്ലുക്കും മിൻ ആദമിൻ തുറാബ്. നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ആദമാണ്, ആ ആദമിന്റെ സന്താനങ്ങളാകുന്ന നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന തത്വം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു, ആദം മിൻ തുറാബ്, മനുഷ്യവംശമാകുന്ന ആദിമ മനുഷ്യനാകുന്ന ആദം ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവിടെ അടിവരയിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തി. നമ്മൾ ആലോചിച്ച് നോക്കണം, 1 ലക്ഷം വരുന്ന സ്വഹാബാക്കളിലേക്ക് അവിടെ നിന്നുകൊണ്ട് സ്വഹാബാക്കളിലൂടെ ആധുനികമായ സംവിധാനങ്ങളില്ലാത്ത അക്കാലഘട്ടത്തിൽ പ്രവാചകന്റെ ദൂതന്മാരെ അവിടെ നിർത്തിയിട്ട് പ്രവാചകൻ പറയുന്ന വാക്കുകൾ അവരിലേക്ക് കൈമാറി ഏകദേശം 1 ലക്ഷം വരുന്ന സ്വഹാബാക്കളിലേക്ക് കൈമാറിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് മക്ക കാലഘട്ടത്തിൽ ആരംഭം കുറിച്ച ആ മനുഷ്യത്വത്തിന്റെ, അവിടെ നിന്ന് ആരംഭം കുറിച്ച അവിടുത്തെ ആ ഏകോദര സാഹോദര്യത്തിന്റെ ഇസ്ലാമികമായ നിദർശനമാണ്, ഇസ്ലാമികമായ നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആ അടിസ്ഥാനപരമായ സംഗതി അവസാനത്തെ അവിടത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ അന്ന് വീണ്ടും അടിവരയിട്ട് അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ ഫളൽ അറബിയ അലൽ അജമി, ഒരു അറബിക്ക് ഒരു അനർബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ഫളൽ അജമി അലൽ അറബി, ഒരു അനർബിയാകുന്ന ഒരു വെളുത്തവൻ എന്ന് പറയുന്നവനോ അല്ലെങ്കിൽ ഗോതമ്പ് മണി പോലെ തുടുത്തിരിക്കുന്നു എന്ന് പറയുന്നവനോ ആരുമാകട്ടെ ഒരു അനർബിക്ക് ഒരു അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബി തഖ്വ, ദൈവികമായ സൂക്ഷ്മത ബോധത്തിന്റെ
അടിസ്ഥാനത്തിലല്ലാതെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിവരയിട്ട് പഠിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത്, ലോകത്ത് ഇന്ന് കേരളക്കര പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏകദേശം മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഇന്ന് ഈദുൽ അദ്ഹ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുദിനത്തിൽ മാനസികമായി ഇന്നലെ നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് അറഫയുടെ നോമ്പെടുത്ത പലരും എൻ്റെ മുന്നിലുണ്ടാകാം. പക്ഷേ ഇന്ന് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ദുൽഹിജ്ജ് 10 പെരുന്നാൾ ആഘോഷത്തിന് സാധിക്കാതെ നാളേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥാ വിശേഷത്തിന്റെ അടിത്തറ ഗോത്ര വർഗ സംസ്കാരത്തിൽ നിന്ന് സംഘടനാപരമായ സങ്കുചിതത്വങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകുന്നതിന്റെ ഏറ്റവും വലിയ ദുര്യോഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസികമായ വിഷമവും. നമ്മൾ അപഹസിക്കപ്പെടുന്ന ഒരു ബഹുമത സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കി തീർക്കുന്ന വിധത്തിൽ ആയിപ്പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരു ശിക്ഷയാണ് എന്ന് പ്രവാചകത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മകളും ആ ദഅവത്ത് കൂടുതൽ ഫലപ്രദമാകുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും ആ ദഅവത്തിന്റെ ഫലം തീർച്ചയായും സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നെറ്റ്വർക്കുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവിധ ദഅവത്ത് പരമായിട്ടുള്ള സംഘടനകൾ. പക്ഷെ അത് ശീഇയ്യത്തിലേക്ക് പോയാലോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ ഖലീഫയാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ശിആയിസം എന്ന് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ഏറ്റവും ബദ്ധവൈരികളായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ശിആയിസത്തെ ഖുലഫാഉർ റാഷിദീങ്ങളിൽ, സ്വഹാബാക്കളിൽ പ്രവാചകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കുന്ന ഒരു അമീറുൽ മുഅ്മിനീനിലേക്ക് ചേർത്തിട്ടാണ് ശിഅത്ത് ഉണ്ടാകുന്നത്. വിഭാഗീയതയും കക്ഷിത്വവും അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് അത് അതിർവരമ്പുകളില്ലാത്ത വിധം അത് പടർന്ന് പന്തലിച്ചത് അവിടെ നിന്നാണ്. ആ ശിയായിസത്തെ ഇന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തീർത്തും നിരാകരിച്ചുകൊണ്ടും അത് പൂർണ്ണമായും ഇസ്ലാമികമായ വൃത്തത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാദമുഖത്ത് ഇസ്ലാമിക ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ശിആയിസവുമായി ബന്ധപ്പെടാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലായിരുന്നുവോ ആ മാർഗത്തെ പിന്തുടരുക എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് തീർച്ചയായും അതിനോട് നമ്മൾ സമരസപ്പെട്ടു പോകാതെ അകന്നു നിൽക്കുന്നത്. ആ ശീഇയ്യത്ത് വീണ്ടും നമ്മുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വരികയാണ് സംഘടനാ പക്ഷപാതിത്വങ്ങളിലൂടെ. ആ ശീഇയ്യത്ത് വീണ്ടും അതിരൂക്ഷമായി നമ്മുടെ ഇടയിലേക്ക് വർക്കൗട്ട് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ, ആധുനികമായ സംവിധാനങ്ങളിലൂടെ പരസ്പരം അവനവന് ആവശ്യമുള്ള തലങ്ങളെ മാത്രം എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് വിശുദ്ധ ഖുർആനിനെ പോലും അല്ലെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പോലും അല്ലെങ്കിൽ ഒന്നിച്ചു പറഞ്ഞാൽ ഇസ്ലാം ആധുനിക ലോകത്തിന് പറ്റാത്തതാണ് എന്ന് വരുത്തി തീർക്കുമാറ് അപഹാസ്യമാകുന്ന നിലപാടുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞും പ്രസംഗിച്ചും പ്രചരിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശിഈസം, ഈ ശിഅത്ത്, ഈ വിഭാഗീയത, ഈ കക്ഷിത്വം ഒരു ശിക്ഷയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഞാൻ നിങ്ങളെ ഓതി വെച്ച ആയത്ത്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തതാണ്. നിങ്ങൾക്ക് എടുത്തു വെച്ച് വായിക്കാം, നിങ്ങൾ പഠിക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ നിങ്ങളിൽ ഏതൊരു കുഞ്ഞിനും നിങ്ങൾക്ക് തിരുത്താം. അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ 6ാമത്തെ അധ്യായത്തിന്റെ 55ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്, ഖുൽ, അല്ലയോ നബിയെ അങ്ങ് പറയുക, ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന്, മുകളാണ് ആകാശമാണ്, ഭൂമിയുടെ മുകളിലുള്ളത് ആകാശമാണ്, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷ കൊണ്ടുവരുവാൻ
കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലെ, നമ്മൾ പല ശിക്ഷകളും ആകാശ ലോകത്ത് നിന്ന് മനുഷ്യരാശിക്ക് സംഭവിച്ചിട്ടുണ്ട്. പല വിധേനയുള്ള പരീക്ഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല വിധേനയുള്ള അസാബുകൾ പല സമൂഹങ്ങളിലേക്കും അല്ലാഹു തആല ആകാശ ലോകത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. അല്ലെ, നമ്മള് മുൻ വേദഗ്രന്ഥങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോരുന്ന ശിക്ഷകളിൽ ചിലത്, അല്ലെങ്കിൽ പലർക്കും വന്നത് കാറ്റായിട്ട് വന്നത്, സ്വൈഹത്ത് വലിയ ഘോര ശബ്ദമായിട്ട് വന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുമുള്ള ശിക്ഷ അള്ളാഹു അതിന് കഴിവുള്ളവരാണ്. അള്ളാഹുവിന്റെ ഒരു ശിക്ഷയുടെ ഒരു രൂപം അള്ളാഹു തആല ഉപമിക്കുകയാണ്. ആകാശത്ത് നിന്ന്, നിങ്ങളുടെ മുകളിൽ നിന്ന് നിങ്ങൾക്കൊരു ശിക്ഷ കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവരാണ്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് കൊണ്ടുവരുവാനും, ഒരു ശിക്ഷ കൊണ്ടുവരുവാനും അള്ളാഹു കഴിവുള്ളവരാണ്. നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് വന്ന പ്രളയം പോലെയുള്ള, ഭൂമിയിൽ നിന്ന് ഉറവെടുക്കുന്നത് പോലെ, ഭൂമി കുലുക്കം സംഭവിക്കുന്നത് പോലെ, ഭൂമി ആഴ്ത്തിക്കളയുന്നത് പോലെ, അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭവും അതുപോലെ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ അന്തർധാരയിൽ നിന്ന്, അതിന്റെ ചുവട് നിന്ന് നിങ്ങളെ ശിക്ഷിക്കുവാൻ അള്ളാഹു കഴിവുള്ളവരാണ്. എന്നിട്ട് അല്ലാഹു തആല മൂന്നാമത് പറഞ്ഞ ശിക്ഷ ഏതാണ്? തീർച്ചയായും ഔ യൽബിസകും ശിഅൻ, നിങ്ങളെ പരസ്പരം കക്ഷികളാക്കി, നിങ്ങളെ സംഘർഷഭരിതമായി തമ്മിലടിപ്പിക്കുവാനും അങ്ങനെ ഒരു ശിക്ഷ കൊണ്ടുവരുവാനും അള്ളാഹു കഴിവുള്ളവനാണ്. അടിവരയിട്ട് നമ്മൾ പഠിക്കണം. ഇതിന്റെ ഭാഗവാക്കുകളായി ഞാനും നിങ്ങളും നിലകൊണ്ടാൽ സംവിധാനങ്ങൾ എന്ന് പറയുന്ന സംഗതികൾ നമുക്ക് എല്ലാ ന്യായീകരണത്തിനും എല്ലാ വിധത്തിലും നമ്മൾ അതിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നതല്ലേ എക്കാലത്തും. നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അറിവ് മാത്രം ഉണ്ടായാൽ പറ്റില്ല. ആ അറിവുകളെ നമുക്ക് തിരിച്ചറിവുകളാകേണ്ടതുണ്ട്. നമ്മൾ ഒരു ഡേ എന്ന് പറയുന്ന, ഒരു ദിനം എന്ന് പറയുന്ന സമയം, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് നമ്മുടെ 8:22 സൗദി അറേബ്യയിൽ ഇന്നത്തെ ഈദുൽ അദ്ഹ നമസ്കാരം നടന്നത്. സൗദി അറേബ്യയിൽ എത്രയും 2.5 മണിക്കൂർ നമ്മൾ പുറകിലേക്ക് പോകണം. അല്ലെ, 2.5 മണിക്കൂർ നമ്മൾ പുറകിലേക്ക് പോകണം. അപ്പൊ നമുക്ക് 2.5 മണിക്കൂർ മുമ്പിൽ നമ്മൾ 8 മണി കഴിഞ്ഞിരിക്കുന്നു. സമയത്തിൽ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഡേ എന്ന് പറയുന്നതോ, ദിവസം എന്ന് പറയുന്നതോ, അത് ചന്ദ്രമാസ പിറവിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ആ ഒരൊറ്റ ദിവസമാണ് ലോകത്തെല്ലായിടത്തും ആ ഡേ എന്ന് പറയുന്നത്, ആ തീയതി എന്ന് പറയുന്നത്. അത് നേരത്തെ വരുന്നവർ നേരത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കും, പിന്നാലെ വരുന്നവർ പിന്നാലെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ഡേയിൽ ആ ഒരു കർമ്മം ലോകത്ത് നിർവഹിക്കപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള, ഏറ്റവും ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള ഒരു മുഖത്തെ നമ്മളിങ്ങനെ ശീയത്തിന്റെ പേരിൽ, നമ്മളിങ്ങനെ കക്ഷിത്വത്തിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. വേറെ ഏതെങ്കിലും ഡേ രണ്ടാണോ? അല്ലല്ലോ. ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ഈ വെള്ളിയാഴ്ച ജൂൺ 6, 2025. ഇന്ന് ലോകത്ത് മുഴുവൻ ജൂൺ 6 ആണ്. ഇന്ന് ലോകത്ത് മുഴുവൻ വെള്ളിയാഴ്ചയാണ്. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ, ചന്ദ്രമാസ പിറവി കൊണ്ടാണ് തീർച്ചയായും നമ്മുടെ ദിവസം മാറുന്നത് എങ്കിൽ അത് അതിൻ്റെതായ സമയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പകല്, ആ ജൂൺ 6 പകല് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കാം അമേരിക്കക്കാരന് ജൂൺ 6 പിറക്കുന്നത്. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഇത് തന്നെയല്ലേ ഈ ചന്ദ്രമാസ പിറവിയിലും ഡേ വരുന്നിടത്ത് അത്ര മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ചന്ദ്രപ്പിറവിയെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ദിനങ്ങൾ മാറുവാൻ വേണ്ടി ഇസ്ലാം അതിന്റെ പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചത്. ആ ഒരു സംഗതിയെ നമ്മൾ 2 ഡേയിലേക്ക്, 2 ദിവസങ്ങളിലേക്ക് വഴിമാറി പോകുന്ന ഒരു വിരോധാഭാസം വരുന്ന തലമുറ നമ്മളെക്കാൾ എത്രയോ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെയൊക്കെ മക്കള്, നമ്മുടെയൊക്കെ പേരമക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ അവരോട് നമുക്ക് ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക, പഠിക്കുക, നന്നായി നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും ഈ ഒരു കക്ഷിത്വത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് ഒരിക്കലും അത് ഗുണകരമായ കക്ഷിത്വമല്ല. അത് അല്ലാഹുവിന്റെ ശിക്ഷയാകുന്ന ഒരു കക്ഷിത്വമാണോ എന്ന് നമ്മൾ 1000 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളക്കരയിലും അതുപോലെ തന്നെ നമ്മുടെ ചില രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ നമ്മൾ തീർച്ചയായും ഖുർആൻ പറഞ്ഞ അല്ലാഹുവിന്റെ ശിക്ഷയാകുന്ന പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും സംഘർഷഭരിതമായ കക്ഷിത്വങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു.
എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പറഞ്ഞു വയുസീക ബഅദുകും ബഅസ ബഅദിൻ. അങ്ങനെ നിങ്ങൾ പരസ്പരം കക്ഷികളായി തമ്മിൽ അടിച്ചിട്ട്, പരസ്പരം കക്ഷികളായിട്ട് നിങ്ങൾ സംഘർഷപരിതത്തിലായിട്ട്, പരസ്പരം കക്ഷികളായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽത്തിബാസിലായിട്ട് നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ പീഡനം അനുഭവിക്കണം, മറ്റു ചിലരുടെ ബഅസ് ദുരിതം അനുഭവിക്കണം എന്ന് അല്ലാഹു തആല ആ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നു. പരസ്പരം കാഫറാക്കലുകളും പരസ്പരം ജാഹിലാക്കലുകളും പരസ്പര ബഹുമാനങ്ങളില്ലാതെ പോകും, പരസ്പര ആദരവുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയും ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു പറയണേ ബഅസ്, നിങ്ങളുടെ ഇടയിൽ ചില പീഡനങ്ങൾ, ആ കക്ഷിത്വങ്ങളായി നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ പരസ്പരം നിങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കണം. അതൊരു ശിക്ഷയായി. ഈമാനുള്ളവർക്ക് വലിയ വിഷമുണ്ടാകുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. വലിയ വലിയ ഇസ്ലാമിക ലോകത്തിനും ഇസ്ലാമിക ദഅവത്തിനും വലിയ വലിയ സേവനങ്ങൾ അർപ്പിച്ചവർ പരസ്പരം കാഫിറാക്കുന്ന, പരസ്പരം ജാഹിലാക്കുന്ന, പരസ്പരം ആദരവുകൾ നഷ്ടപ്പെടുന്ന, പരസ്പരം ബഹുമാനങ്ങളില്ലാത്ത ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ എന്ന് പറയുന്നത് വലിയ പീഡനമാണ്, വലിയ പ്രയാസമാണ്, വലിയ ദുരിതമാണ്. അങ്ങനത്തെ ചില ബഅസ് എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. അങ്ങനത്തെ ചില പ്രയാസങ്ങൾ, ചില ദുരിതങ്ങൾ, ചില പീഡനങ്ങൾ നിങ്ങൾ പരസ്പരം അനുഭവിക്കാൻ വേണ്ടി അങ്ങനെ കക്ഷികളാക്കുക എന്ന് പറയുന്ന ശിക്ഷയും ഇറക്കാൻ കഴിവുള്ളവനാണല്ലോ. ഉള്ളൂ. എന്നിട്ടല്ല പറയണേ, നന്നായി ചിന്തിച്ചു നോക്കിക്കോ, നന്നായി ആലോചിച്ചു നോക്കിക്കോ. അല്ലാഹു തആല അവന്റെ ആയത്തുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപമയായി ആകാശ ലോകത്ത് നിന്ന് ശിക്ഷ ഇറക്കാൻ കഴിവുള്ളവനാണ്. ഭൂമിയുടെ താഴെ നിന്ന് നിങ്ങളുടെ കാൽപാദത്തിന് അടിയിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ്. നിങ്ങളിൽ പരസ്പരം കക്ഷികളാക്കിയിട്ട് നിങ്ങൾ പരസ്പര പീഡനങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ കൊണ്ടുവരുവാനും കഴിവുള്ളവനാണ്. നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കിക്കോ, എങ്ങനെയാണ് അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കോ. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ കാര്യം ഗ്രഹിക്കുന്നവരായേക്കാമല്ലോ, അവർ കാര്യങ്ങൾ ഉറ്റാലോചിച്ചുകൊണ്ട് യഥാവിധി ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവരായേക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. അപ്പൊ ഞാനിത് പറഞ്ഞത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഗോത്ര സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലുകളോ ഗോത്ര മഹിമകളുടെ ഏറ്റുമുട്ടലുകളോ ഗോത്രത്തിന്റെ പരസ്പരമുള്ള താൽപോരിമയുടെ പേരിലുള്ള ഏറ്റുമുട്ടലുകളോ ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത രൂപത്തിൽ നമ്മൾ വളരെ ഉന്നതമാണ് എന്ന് വിചാരിക്കുന്ന കേരളക്കര ഉൾപ്പെടെയുള്ള ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സംഘടനാപരമായിട്ടുള്ള ഈ ഏറ്റുമുട്ടലുകൾക്ക് നന്മയാണ് എന്ന് പറയാനാണോ സാധിക്കുക? അതല്ല, അതൊരു ശിക്ഷയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിച്ച അവസ്ഥയിലേക്കാണോ പോകുന്നത് എന്ന ഒരു ചിന്തയെങ്കിലും നമുക്കുണ്ടാകാനാണ് ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒന്നിച്ചത്. കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കുക, നന്നായി ഗ്രഹിക്കുക, സത്യത്തോടൊപ്പം നമുക്ക് പോകേണ്ടതുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പരലോകമാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രശ്നം. നമ്മുടെ പരലോകമാണ് നമ്മുടെ പ്രശ്നം. അതല്ലാത്ത പ്രശ്നങ്ങളൊന്നും ദുനിയാവിലും നമുക്കില്ല. ദുനിയാവില് എങ്ങനെയെങ്കിലും നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ തട്ടിയും മാറ്റിയും അങ്ങനെ പറഞ്ഞും സമർത്ഥിച്ചും അതുപോലെ തന്നെ നമുക്കത് പ്രചരിപ്പിച്ചും അതിൽ നമുക്ക് മേൽക്കൈ നേടിയും അതിൽ നമുക്ക് വിജയം ആഘോഷിച്ചും ഒക്കെ ഒരു പക്ഷേ നമുക്കിവിടെ പോകാൻ കഴിഞ്ഞേക്കാം. പക്ഷെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായി കൊണ്ട് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽഅവാബീന ഗഫൂറ. 17-ാമത്തെ അധ്യായമാകുന്ന സൂറ ഇസ്രായിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉള്ളതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നമ്മുടെ റബ്ബാണ്. നിങ്ങളുടെ നാഥനാണത് ഏറ്റവും നന്നായി അറിയുന്നത്. ആ ബോധം നമുക്ക് വേണം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ നാഥൻ എല്ലാം അറിയുന്നു. നമ്മൾ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയുമല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ആ ഒന്നിച്ചു നിൽക്കാനുള്ള നിങ്ങൾക്ക് അതിന്റെ അവലംബം എന്താണ്?
ഒരു പാശം അല്ലെ, നമ്മൾ പറയാറുണ്ട് ഒരു പ്രളയം വന്നാൽ നമുക്കൊരു സമൂഹത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ നല്ല ഒരു ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു റോപ്പ് കെട്ടി കൊടുക്കുക. ആ റോപ്പിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ചാൽ ആ ഒഴുക്കിനെ അല്ലെങ്കിൽ ആ കുത്തൊഴുക്കിനെ നമുക്ക് അതിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുകയും നമ്മളത് ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അല്ലാഹു തആല പറഞ്ഞതും അത് തന്നെയാണ്, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ. അള്ളാഹുവിന്റെ ഹബലിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, ഖുർആനിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. വിശുദ്ധ ഖുർആനിനെ അതിന്റെ കൃത്യമായി പഠിപ്പിച്ചു തന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. വലാ തഫറഖു. അത് രണ്ടും കൈവിട്ടിട്ട് നമ്മൾ ഭിന്നിപ്പിലേക്ക് പോകല്ലേ. ഭിന്നിപ്പ് അതൊരിക്കലും ഗുണകരമല്ലല്ലോ, അതൊരിക്കലും അനുയോജ്യമായ സംഗതിയല്ലല്ലോ. നമുക്ക് ആ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാം. ആ പാശത്തെ മുറുകെ പിടിക്കുന്നിടത്ത് മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ശിഷ്യൻ ഇമാം മാലിക് റഹിമഹുള്ള ഇപ്പുറത്തുണ്ടാകും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക് റഹിമഹുള്ളയുടെ ദറസിലിരുന്ന് പഠിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പുറം ഉണ്ടാകും. അത് അവരവർ വായിച്ചെടുക്കുന്ന വിശുദ്ധ ഖുർആനിന്റെയും അവരവർക്ക് കിട്ടിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പരസ്പര ബഹുമാനം, പരസ്പര ആദരവ്, പരസ്പരമുള്ള സ്നേഹവായ്പകൾ, പരസ്പരമുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകൾ നിലനിർത്തിക്കൊണ്ട് അവരവർക്ക് ലഭിച്ചത് അവരവർ ഏറ്റവും മാന്യമായി ഏറ്റവും മര്യാദപൂർവം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു നല്ല കാഴ്ചപ്പാടും നല്ല കാഴ്ചയുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്ത് നിലനിർത്തി കൊടുക്കാനുള്ളത്. പണ്ഡിതന്മാർ അങ്ങനെയാകണം, പണ്ഡിതന്മാർ അങ്ങനെ പോകണം, അങ്ങനെ നേതൃത്വം കൊടുക്കണം. അങ്ങനെ നമുക്ക് പരസ്പരം ബഹുമാനിച്ചും പരസ്പരം ആദരിച്ചും പരസ്പരം അംഗീകരിച്ചും അവരവർ മനസ്സിലാക്കിയതിനെ അവരവർ ഉൾക്കൊള്ളുമ്പോഴും പരസ്പരം നമുക്ക് ഈ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പാശമാകുന്ന ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പരമാവധി യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി ഏറ്റവും ശരിയുടെ മേഖലകളിലേക്ക് എല്ലാ ഈഗോയും മാറ്റിവെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, മത്വാലി പറയുന്നിടത്ത് പോലും അറഫ സംഭവിച്ചിട്ടില്ല. മത്വാലി ഇപ്പൊ 2.5 മണിക്കൂർ വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. അത് സമയത്തിന്റെ വ്യത്യാസമേ, അത് ദിവസത്തിന്റെ വ്യത്യാസമല്ല. അത് സമയത്തിന്റെ വ്യത്യാസം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ ആ ചന്ദ്രക്കല കാണണമെന്ന് പറയുന്ന ആ വിഷയത്തിൽ പോലും ആധുനികരായ പണ്ഡിതന്മാരും പൗരാണികരായ പണ്ഡിതന്മാരും പറഞ്ഞു അറഫയുടെ വിഷയത്തിൽ ഇത് ബാധകമല്ല. കാരണം അറഫ നടക്കുന്നത് ഒരേ ഒരു അറഫയാണ്. അത് അറഫയിൽ നടക്കുന്ന ദുൽഹിജ്ജ് 9 എന്നാണോ അന്നാണ് നമ്മൾ പ്രധാനുഷ്ഠാനത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് മത്വാലിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാര് പോലും പരിഗണിക്കാൻ പാടില്ല അറഫയുടെ വിഷയത്തിൽ എന്ന് രേഖപ്പെടുത്തി. അത്ര വിശാലമായ അത്ര ആഴമേറിയ ചർച്ചകളും ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് ലോകത്തിന്റെ മുന്നിൽ. മത്വാലിയെ പരിഗണിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. അവർ പോലും പറഞ്ഞു അറഫയുടെ വിഷയത്തിൽ അത് പരിഗണിക്കാൻ പാടില്ല. അറഫ ഒന്നേ ഉള്ളൂ, അത് നടക്കുന്നത് ഒരേ ഒരു സ്ഥലത്താണ്. ലൈലത്തുൽ ഖദ്റിൽ ഒരു പക്ഷേ മത്വാലിയെ പരിഗണിച്ചിട്ട് നമ്മുടെ മാസപ്പിറവി പല രൂപത്തിലായി നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഒറ്റയായ രാവ് അപ്പുറത്തെ സൗദിക്കാരൻ 2ാമത്തെ രാവായിരിക്കാം, അഥവാ ഇരട്ടയായ രാവായിരിക്കാം. എന്നാൽ അറഫ അങ്ങനെയല്ല. അവർ പറഞ്ഞു അറഫ അങ്ങനെയല്ല, അറഫ ഒന്നേ ഉള്ളൂ. ആ അറഫ എന്നാണോ അന്നാണ് ലോകത്തെല്ലാവർക്കും അറഫ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ബഹുമാനം കൂടുള്ളൂ, നമുക്ക് ആദരവ് കൂടുള്ളൂ, നമുക്ക് അങ്ങേയറ്റത്തെ യോജിപ്പ് കൂടുള്ളൂ. പരസ്പരം നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പറഞ്ഞ് വിഭാഗീയമായിട്ട് നമ്മളിങ്ങനെ സംഘടനാപരമായ കക്ഷിത്വങ്ങളും പ്രാസ്ഥാനികമായ സങ്കുചിതങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണോ? അള്ളാഹു നമുക്ക് മേൽ ഇറക്കുന്ന ഒരു വലിയ ശിക്ഷയായിട്ട് ഖുർആൻ സൂചിപ്പിച്ച അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം അതിന്റെ ശരിയായ ദിശയിൽ നിന്ന് ആലോചിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, അത് കൂടുതൽ നമുക്ക് മനനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ഏറ്റവും ശരിയോടൊപ്പം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചും അവന്റെ തൃപ്തി കാംക്ഷിച്ചും അവന്റെ പരലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഒറ്റയായി ചെല്ലുന്ന ദിവസം അവന്റെ കാരുണ്യത്തിന്റെ കൂടെ നിൽക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കരുണ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم أما بعد اتقوا الله عباد الله ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 9-ാമത്തെ അധ്യായമാണ്, നമുക്കറിയാം. അതിന്റെ അവസാന ഭാഗത്ത് മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് പറഞ്ഞ ഒരു വിഷയമുണ്ട്. വഇദാ മാ ഉൻസിലത് സൂറത്ത് ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന. അല്ലാഹുവിന്റെ അരികിൽ നിന്ന് ഒരു സൂക്തം ഇറങ്ങിയാൽ, ഒരു ആയത്തിറങ്ങിയാൽ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം അല്ലാഹുവിന്റെ പക്കലിൽ നിന്ന് ഇറങ്ങിയാൽ, ഒരു വിഭാഗം ആളുകൾ ചോദിക്കും, ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? ആർക്കാണ് ഈ ആയത്തിറങ്ങിയത് കൊണ്ട് ഈമാൻ വർദ്ധിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് അല്ലാഹു തആല ഉത്തരം പറയണം, ഫഅമ്മല്ലദീന ആമനൂ ഫസാദത്തുഹും ഈമാന വഹും യസ്തബിശ്ശിറൂൻ. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹു തആല ഇറക്കിയ ആയത്താണ്, അവന്റെ പക്കലിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങളതിൽ യക്കീനാക്കണം, ഞങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായും അതനുസരിച്ച് അമൽ ചെയ്യണം. അങ്ങനെ അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. അവർ ആ ആയത്ത് ഇറങ്ങിയതിൽ വളരെ സന്തുഷ്ടരുമാണ്, സന്തോഷവാന്മാരുമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്, അതാണ് മുനാഫിക്കുകൾ. ഹൃദയങ്ങളിൽ രോഗമാണ് അവർക്ക്. എന്നിട്ട് ആ ആളുകൾ അവർ തീർച്ചയായും ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം. അല്ലാഹുവിന്റെ ആയത്ത് അവർക്ക് ഇറങ്ങിയാലും അവരുടെ മനസ്സിന്റെ മ്ലേച്ഛത, അവരുടെ മനസ്സിന്റെ ദുഷ്ടത അത് നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനോ, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനോ, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാനോ തയ്യാറാകൂല. അവരുടെ മനസ്സിൽ ഇങ്ങനെ മ്ലേച്ഛതയുടെ മേൽ മ്ലേച്ഛത വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, വമാതു വഹും കാഫിറൂൻ. നിഷേധികളായിട്ടാണ് അവർ മരണപ്പെട്ടു പോവുക. നിഷേധികളായിട്ട് അവർ മരണപ്പെട്ടു പോകും. കാഫിറുകളായിട്ട് ഒരിക്കലും വിശ്വാസികളായിട്ട് അവർക്ക് മരണപ്പെടാൻ കഴിയില്ല. അവർ കാഫിറുകളായിട്ടാണ് മരണപ്പെട്ടു പോവുക എന്ന് അല്ലാഹു തആല പറയുന്ന സൂറത്ത് തൗബയിലെ 124-ാമത്തെയും 125-ാമത്തെയും വചനം നമ്മളൊന്ന് ചിന്തിക്കുക. ഞാനിത് പറഞ്ഞത് സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ വചനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കക്ഷിത്വത്തിന്റെ പീഡനാവസ്ഥയിലേക്ക് നമ്മൾ പരസ്പരം പോകുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അതല്ല പറയാ, അത് അല്ലാഹുവിന്റെ ആയത്താണ്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാകട്ടെ, എവിടെ പ്രവർത്തിക്കുന്നവരാകട്ടെ, പ്രവർത്തന മേഖലയ്ക്ക് നമുക്ക് പല സംവിധാനങ്ങളും വേണ്ടി വരും. പക്ഷേ അത് ഒരു ശിക്ഷയായി വരുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗമാക്കല്ല. നമ്മൾ അതിനോട് ചേർന്ന് പോകുന്നില്ല, നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. തീർച്ചയായും അത്തരം ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പോകുന്നതിൽ അങ്ങേയറ്റം വിഷമമുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയായിരിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശരിയാവണ്ണം അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളാൻ, അവന്റെ ദീനിൽ ഇസ്തിഖാമത്തോടു കൂടി ഉറച്ചു നിൽക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാൾ നമസ്കരിക്കണം. പെരുന്നാൾ നമസ്കാരം ഈ പള്ളിയിൽ എല്ലാ സന്ദർഭങ്ങളിലും നടക്കാറുള്ളത് പോലെ 8 മണിക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും കൃത്യസമയത്തിന് മുമ്പ് തന്നെ എത്തി പരമാവധി തക്ബീറുകൾ ചൊല്ലണം. ബലിപെരുന്നാളാണ്, പ്രത്യേകിച്ച് ഈദുൽ ഫിത്റിനേക്കാൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറുകൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പെരുന്നാളാണ് ഈദുൽ അദ്ഹ. അതുകൊണ്ട് പരമാവധി തക്ബീറുകൾ ചൊല്ലണം. ഇന്ന് മുതൽ തക്ബീറുകൾ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. ആ തക്ബീറുകൾ കൂടുതലായി നമ്മൾ നാളെ അള്ളാഹുവിന്റെ വാരത്തിൽ വന്ന് ചൊല്ലാനുള്ള സമയമൊക്കെ കണ്ട് നേരത്തെ തന്നെ വരിക. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ പുലർത്തുക. ഭക്ഷണം കഴിക്കാതെ വരുന്നതാണ് ഏറ്റവും പ്രബലമായ സുന്നത്ത്. പക്ഷേ സമയം ഒരു പക്ഷേ സുബഹി കഴിഞ്ഞിട്ട് നമുക്ക് 2-2.5 മണിക്കൂറിലേറെ സമയമുള്ളത് കൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. എങ്കിലും സാധിക്കാവുന്നവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം സൗഹാർദ്ദത്തോടെ, പരസ്പര
സ്നേഹവായ്പോടെ എല്ലാ ലോക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദുആവും എല്ലാം നിർവഹിക്കപ്പെടണം. അങ്ങനെ എല്ലാ നിലയിലും നമ്മളൊരു ഉമ്മത്താണ്. ആ ഉമ്മത്ത് ഇസ്സത്തോടു കൂടി നിലനിൽക്കണമെന്നും ആ ഉമ്മത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളിലും ആ വേദന നമ്മുടേത് കൂടിയായിട്ട് നമ്മൾ ഓർത്തും ആ വേദന നമ്മൾ കൂടി അനുഭവിച്ചും ആ വേദനയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൊക്കെ നമ്മളെല്ലാവരും ഭാഗവാക്കാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായും നമ്മളിലും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു തആല നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അള്ളാഹു തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ തലമുറകളായി നിൽക്കുന്നവരെയും ഒക്കെ യഥാർത്ഥമായ ഈ ദീനിന്റെ വഴിയിൽ അള്ളാഹു തആല ചേർത്ത് നിർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് വലിയൊരു ആശ്വാസമായും വലിയൊരു മുതൽക്കൂട്ടായും നാളെ പാരത്രിക ലോകത്തേക്ക് അള്ളാഹു തആല കൊണ്ടെത്തിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. എല്ലാ വിധത്തിലുമുള്ള ആദരവും എല്ലാ വിധത്തിലുമുള്ള സ്നേഹവും എല്ലാ വിധത്തിലുമുള്ള ബഹുമാനവും പരസ്പരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ബന്ധം അള്ളാഹു തആല നമ്മളുടെ ഇടയിൽ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. واعف عنا يا عفو كريم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك يا أرحم الراحمين. وصلى الله